ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇറ്റാലിയൻ ഡിഷ് ആയാലോ, സാൽസ പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളി വലുതായി മുറിച്ചത്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബേസിലിൻ്റെ ലീഫും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ മേടിക്കാൻ കിട്ടുന്ന ബോട്ടിലിൽ ടൊമാറ്റോ പ്യൂരി മേടിക്കാൻ കിട്ടും. ബേസിലിൻ്റെ ലീഫും കൂടെ ചേർന്ന് വരുന്നതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആ ബോട്ടിൽ കഴുകി ഒരു അര ഗ്ലാസോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നന്നായിട്ട് വേകണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ആ സോസിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡ് കളറായിട്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരും. അതാണ് ശരിക്കും ഈ സാൽസയുടെ പാകം. ഇപ്പോൾ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാൽസയുടെ പാകം എന്ന് പറയുന്നത്. പിന്നെ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൽസ റെഡിയായി. ഇനി നമുക്ക് ഹോട്ട് ഡോഗ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ പൊന്നൂസിന് വെറുതെ സാൽസ പാസ്ത അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് സോസും ചേർത്ത് ഹോട്ട് ഡോഗും കൂടെ ചേർത്തിട്ട് പാസ്ത ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞങ്ങളുണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാൽസ പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സാൽസ പാസ്ത വേവിച്ചു അതുമായിട്ട് മിക്സ് ചെയ്ത് ചീസും കൂടി ഇട്ടിട്ടാണ് സാൽസ പാസ്ത ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഒലിവ് ഓയിൽ ചേർത്ത് നമുക്ക് ഈ ഹോട്ട് ഡോഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ്റെ അകത്ത് നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളവും കൂടെ ഈ സമയത്ത് തന്നെ വയ്ക്കാം. ആവശ്യത്തിന് വെള്ളത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഹോട്ട് ഡോഗ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് വേണം വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വൈറ്റ് സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളം തിളച്ചു. നമുക്കപ്പം പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തയുടെ പാക്കറ്റിൽ കറക്റ്റായിട്ട് എത്ര മിനിറ്റ് പാസ്തയ്ക്ക് വേവുണ്ടെന്ന് എഴുതിയിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് വേണം വേവിക്കാൻ. കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്ത 10 മിനിറ്റ് കറക്റ്റായിട്ട് വേകണം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും ഹോട്ട് ഡോഗിൻ്റെ അകത്തിട്ട് കുറച്ച് സാൽസയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ഊറ്റി നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ അകത്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Thank you.